சரி ப்ரோ, ஒரு மட்டன் பிரியாணி கொடுங்க அப்படின்னு நம்ம ரெஸ்டாரண்ட்ல கேட்கும்போது நம்ம கையில மட்டன் பிரியாணிக்கு பதிலாக இந்த அழகான ஆட்டுக்குட்டியை கொடுத்தா நம்மளால இதை கடிச்சு குதறி சாப்பிட முடியுமா? கண்டிப்பா முடியாது. ஆனா இயற்கையில சிங்கம் புலி சாப்பிடும். அதனால எது இயற்கைன்னு ப்ளீஸ் நீங்களே யோசிச்சு பாருங்க. ഈ അണ്ണനെ കൊണ്ട് തോറ്റു പോകത്തേ ഉള്ളൂ. ഈ അണ്ണൻ പ്യുവർ വെജ് ആണ് കഴിക്കുന്നത്. ശരി, സമ്മതിച്ചു. അണ്ണ ബിരിയാണി ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇങ്ങനെ ആരും കൊണ്ട് കൊടുക്കത്തില്ല. അണ്ണൻ ഇപ്പൊ ചെന്നിട്ട് ഒരു ഇഡലി ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉഴുന്നും അരിയും എല്ലാം അതേ രീതി കൊണ്ടുതരികയാണ് ചെയ്യുന്നത്. അതിനെ കുക്ക് ചെയ്താണ് കൊണ്ടുതരുന്നത്. ഇപ്പൊ ഒരു തേങ്ങാ ചട്നി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ഫുള്ളായിട്ട് കൊണ്ടുവച്ചിട്ട് അതങ്ങനെ കടിച്ച് തിന്നോളാനാണോ പറയുന്നത്? അണ്ണ മൃഗങ്ങൾ കഴിക്കുന്ന രീതി അങ്ങനെയാണ്. മൃഗങ്ങൾക്കല്ലാണ്ട് അടുപ്പ് കൂട്ടി ഈ കൈ വെച്ച് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്കൊരാവശ്യമുള്ള സാധനങ്ങൾ നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് പാകപ്പെടുത്തി കഴിക്കുന്നത്. അതിനെ കൊണ്ടുവന്നിട്ട് മൃഗങ്ങളുമായിട്ടൊക്കെ നിങ്ങൾ കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത്, മൃഗങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾക്ക് പാകം ചെയ്ത് കഴിക്കാറുണ്ടോ? ഇപ്പൊ അരി ആയാലും നെല്ലായാലും തിന്നണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊത്തിപ്പറക്കി തിന്നുകയല്ലേ ചെയ്യുന്നത്. എന്താണ് അണ്ണ ഇങ്ങനത്തെയൊക്കെ സംസാരിക്കുന്നത്?